الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് ആദ്യം എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തകളും വേദനിപ്പിക്കുന്ന കാഴ്ചകളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും കുടുംബം, അതിലധിക ആളുകളും നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. ചിലരാകട്ടെ, ചില കുടുംബങ്ങൾ മൊത്തത്തിൽ ആ പരീക്ഷണത്തിന് വിധേയമായവരുണ്ടായി. പല നിലക്ക് അള്ളാഹുവിന്റെ പരീക്ഷണത്തിനു വിധേയമായി വേദന അനുഭവിക്കുന്ന, അപകടങ്ങൾ സംഭവിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന, അങ്ങനെ ഒരു നാട് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തുടച്ചു നീക്കപ്പെട്ട പ്രത്യേക സാഹചര്യം, വേദന, അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ വിശ്വാസിനികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ആ ഒരു പരീക്ഷണം അവർക്കൊരു നിഅമത്താക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ ഒരു വലിയ ദുരന്തം, അതിൽ നിന്ന് എത്രയും വേഗം അവർക്ക് കരകയറുവാനുള്ള, ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം നിറഞ്ഞ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഭൗതികമായ കാരണത്തെ സംബന്ധിച്ചാണ് വിശാലമായ ചർച്ചകൾ നടക്കുന്നത്. വിശ്വാസികൾ എന്ന നിലയിൽ നാം ഉൾക്കൊള്ളേണ്ട അഖീദയായി തന്നെ മനസ്സിലാക്കേണ്ട, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ
അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് അവരിൽ മാത്രം പരിമിതമായതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ ഖുതുബ പറയുമ്പോൾ, നിങ്ങൾ ഖുതുബ കേൾക്കുമ്പോൾ മനോഹരമായ പച്ച വിരിച്ചു കിടക്കുന്ന ഒരു നാടും നഗരവും ഗ്രാമവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ഇല്ല. അതുപോലെ നാളെ നമ്മുടെ അവസ്ഥ എന്താകും നമുക്ക് പറയുവാൻ സാധ്യമല്ല. നാം മനസ്സിലാക്കേണ്ട വിഷയം, ഏതൊരു പ്രയാസവും പ്രതിസന്ധിയും പരീക്ഷണവും അള്ളാഹ് തീരുമാനിച്ചിട്ടാണ് നമ്മളിലേക്ക് വന്നെത്തുന്നത്. നമ്മുടെ അഖീദയാണ്, ഗൗരവത്തിൽ നാം വിശ്വസിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് ഹദീദിന്റെ 22-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും. ഈ ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലാകട്ടെ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അതിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ്. സൂറത്ത് തഗാബുനിന്റെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു വിപത്തും നമ്മളെ ബാധിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന പക്ഷം അവന്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്നതാണ്. അടിവരയിടുക. നോക്കൂ, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന പക്ഷം, എന്ത് മുസീബത്തൊക്കെ എന്റെ റബ്ബിൽ നിന്ന് എന്റെ റബ്ബ് തീരുമാനിച്ചത് കൊണ്ട്, എന്റെ റബ്ബ് എനിക്കത് ബാധിക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അത് എന്നെ ബാധിച്ചത് എന്ന വിശ്വാസം, ആ വിശ്വാസമുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവനെ അല്ലാഹു നേർവഴിയിലാക്കുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം അൽഖമ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത്, അദ്ദേഹം പറയുന്നത്, തഫ്സീർ ഇബ്നു ജരീർ അത്ത്-തബരിയിൽ നമുക്ക് കാണാം, ഹുവ റജുലു തുസീബുൽ മുസീബ. ഈ മുസീബത്ത് ബാധിച്ച ആ മനുഷ്യനുണ്ടല്ലോ, ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹ്. അവൻ വിശ്വസിക്കുകയാണ് ഇത് എന്റെ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന്. ഫയറദാ വയുസല്ലിമു. അങ്ങനെ അവൻ അത് തൃപ്തിപ്പെടുന്നു. അവന്റെ കുടുംബം മുഴുവനും ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയാലും, അവന്റെ സമ്പത്ത് മുഴുവനും തകർന്നടിഞ്ഞാലും അവൻ വിശ്വസിക്കുകയാണ് ഇതെന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച പരീക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അല്ലാഹു അവന്റെ മനസ്സിനെ വിശാലതയുള്ള, സമാധാനമുള്ള, ഹിദായത്ത് ലഭിച്ച അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനം കിട്ടാൻ ഇതല്ലാത്ത ഒരു വഴിയും ആകാശത്തിന്റെ ചുവട്ടിലില്ല. ഈ പ്രയാസത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് സമാധാനിക്കാൻ കഴിയും? സമാധാനത്തിന്റെ തുരുത്തെന്താണ്? ഈ ഒരു വിശ്വാസം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ വിശ്വസിക്കുമ്പോ അവന് ക്ഷമിക്കാൻ കഴിയും. അങ്ങനെ ക്ഷമിച്ചാൽ കണക്ക് നോക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലൂടെ അടിവരയിടുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ ഈ അഖീദ നമുക്കുണ്ടാകണം. നാളെ നമ്മുടെ അവസ്ഥ എന്താകും നമുക്ക് പറയുവാൻ സാധ്യമല്ല. പലരും പറയുന്നത് നമുക്ക് കേൾക്കാം, നശിച്ച ദിവസം, ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിനരാത്രങ്ങൾ എന്നൊക്കെ വാചകങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന, വലിയ ഇൽമുള്ള, ഫിഖ്ഹിലും അഖീദയിലും ഇൽമുള്ള മഹാനായ പണ്ഡിതനായ സ്വഹാബി അദ്ദേഹം പറയുകയാണ്, ലഅൻ അഅദ്ദ അലാ ജംറത്തിൻ ഹത്താ തബ്റുജ്. ഒരു തീക്കനലെടുത്ത് വായിൽ കടിച്ചു പിടിച്ച് അത് തണുക്കുവോളം അങ്ങനെ നിലനിൽക്കുന്നതാണ് എനിക്കിഷ്ടം. എന്ത്? മിൻ അൻ അഖൂല ലിശൈഇൻ ഖദ് ഖദാഹു അല്ലാഹു ലൈതഹു ലം യകുൻ. എനിക്ക് ബാധിച്ച ഈ ദുരന്തം അത് എന്നെ ബാധിക്കാതിരുന്നുവെങ്കിൽ, എനിക്കിങ്ങനെ ഒരു ഖദാ ഉണ്ടാകാതിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു തീക്കനലെടുത്ത് വായിൽ കടിച്ചു പിടിച്ചിട്ട് അങ്ങനെ അത് തണുത്തു പോകുന്നതാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് എന്നെ ബാധിച്ചതെന്തും എന്റെ റബ്ബ് നിശ്ചയിച്ചതാണ്. രണ്ടാമത്തേത്, എന്നെ ബാധിക്കാനുള്ളതൊന്നും വിട്ടൊഴിഞ്ഞു പോവില്ല. എനിക്ക് അല്ലാഹ് വിധിച്ചത് എന്റെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. നോക്കൂ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മെ കൊണ്ട് പറയിപ്പിച്ചത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമൻ മനഅത. അല്ലാഹുവേ, ലിമാ മനഅത, നീ തന്നതിനെ തടയാനോ നീ തടഞ്ഞതിനെ തരാനോ ഒരാൾക്കും സാധ്യമല്ല. നമ്മുടെ അഖീദയാണത്. നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് 5 വഖ്തിനു ശേഷവും. അതുകൊണ്ട് ആ ജീവസുറ്റ വിശ്വാസം, ഈമാന് ഹൃദയത്തിലുണ്ട് എങ്കിൽ ഏത് പരീക്ഷണത്തെയും അതിജയിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഒരിക്കലും അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണം നമുക്ക് താങ്ങാൻ സാധ്യമല്ല, നമുക്ക് കഴിയൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നിരന്തരമായി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഅ സഖതിക. പഠിക്കേണ്ട പ്രാർത്ഥനയാണ്, നിത്യജീവിതത്തിൽ നാം പറയേണ്ട പ്രാർത്ഥനയാണ്. ഇതോടുകൂടി അത് ഹിഫ്ളാക്കുക. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അതിലെ ഓരോ വാചകങ്ങളും ഞാൻ പറയുകയാണ്. അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. പഠിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത്? സകല അഭയം തേട്ടവും അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. തങ്ങളോട് പാടില്ല, ബീവിയോട് പാടില്ല, ബാബയോട് പാടില്ല, അമ്പിയാക്കളോട് പാടില്ല, ഔലിയാക്കളോട് പാടില്ല, ഒരു സൃഷ്ടികളോടും അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, അഭയം തേടുവാൻ പാടില്ല. അല്ലാഹുവോട് മാത്രമേ അത് അഭയം തേടുവാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് അഭയം തേടുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. പിശാചിന്റെ ഫിത്നയിൽ നിന്നും കാവൽ ചോദിക്കണം. ഏറ്റവും വലിയ ഫിത്നയാണ്. രണ്ടാമതായി മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു, അവൻ സൃഷ്ടിച്ചിട്ടുള്ള സകല കെടുതിയിൽ നിന്നും. അതും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സകല ഫിത്നകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവോട് അഭയം തേടിക്കൊണ്ടിരിക്കണം എന്ന പഠിപ്പിക്കപ്പെട്ടവരാണ് ഈ ഉമ്മത്ത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് അഭയം തേടണം. അല്ലാഹുവിനോടല്ലാതെ ആരോട് അഭയം തേടിയാലും നമുക്കതിന് ഉത്തരം ലഭിക്കില്ല. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിന്റെ 106-ാമത്തെ വചനം അല്ലാഹു പറയുകയാണ്, വലാ തദ്ഉ, നീ പ്രാർത്ഥിക്കരുത്, നീ അഭയം തേടരുത്, നീ സഹായം തേടരുത്, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെയുള്ള ഒരാളോടും. അതിന് ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും, അതിനെന്ത് പേരിട്ട് വിളിച്ചാലും, അല്ലാഹു അല്ലാത്ത ഒരാളോടും നീ അഭയം തേടരുത്, നീ സഹായം തേടരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരം ചെയ്യാത്ത, നിനക്ക് ഉപദ്രവം ചെയ്യാത്ത ഒന്നിനോടും നീ അഭയം തേടരുത്, വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഫഇൻ ഫഅൽത, നീ അങ്ങനെ ചെയ്താൽ, ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, അത് വമ്പിച്ചതായ, അത് ഏറ്റവും വലിയ അക്രമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് കാരണമാകും. നിനക്ക് അല്ലാഹു വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം അവനൊഴികെ അതിനെ നീക്കം ചെയ്യാൻ ഒരാളുമില്ല. ഒരു ഉപദ്രവം അല്ലാഹു നിശ്ചയിച്ചാൽ അതിനെ നീക്കം ചെയ്യാൻ ഒരു ഭൗതിക സംവിധാനങ്ങൾക്കും സാധ്യമല്ല, ഒരു മിഷണറീസിനും സാധ്യമല്ല, ഒന്നിനും സാധിക്കില്ല. അല്ലാഹു ഒരു ഉപദ്രവം നമുക്ക് ഉദ്ദേശിച്ചാൽ. അതുകൊണ്ട് തന്നെ ഉപദ്രവങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന അടിസ്ഥാന അഖീദ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു. എന്തിൽ നിന്നൊക്കെ? മിൻ സവാലി നിഅമതിക. ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വാചകമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു. മിൻ സവാലി നിഅമതിക, മിൻ സവാലി നിഅമതിക, നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹുവേ. നോക്കൂ, മതപരവും ദുനിയവിയുമായ എത്രയെത്ര നിഅമത്തുകളാണ് നമുക്കുള്ളത്.
വഇൻ തഉദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾ അതൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. നിഅമത്തുകൾ നീങ്ങിയ ഒരു സമൂഹം ഇന്ന് വയനാട്ടിലുണ്ട്. അവരോട് ചോദിച്ചാൽ അതിന്റെ ശരിക്കുള്ള അവസ്ഥ പറഞ്ഞു തരും. ഉമ്മ നഷ്ടപ്പെട്ട, വാപ്പ നഷ്ടപ്പെട്ട, കുടുംബം നഷ്ടപ്പെട്ട, സമ്പത്ത് നഷ്ടപ്പെട്ട, വീടും കാറും എല്ലാം നഷ്ടപ്പെട്ടു പോയ വലിയ നിഅമത്തുകളെല്ലാം എടുത്തു മാറ്റപ്പെട്ടതിന്റെ വേദന എത്രയാണ്, അതിന്റെ ആഴം എത്രയാണ്, അതിന്റെ വിശാലത എന്താണ് എന്ന് അത് പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹ് ചെയ്തു തന്ന നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ അത് നീങ്ങിപ്പോകാതിരിക്കാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുക. മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നിന്റെ നിഅമത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഭക്ഷിക്കുവാനും കുടിക്കുവാനുമുള്ള സൗകര്യവും സാഹചര്യങ്ങളും വലിയ നിഅമത്താണത്. എല്ലാത്തിലും ഉപരി ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അത് സത്യവിശ്വാസമാണ്, അത് ഇസ്ലാമാണ്, അത് സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീഖാണ്, അത് അഖീദയാണ്, അത് സുന്നത്താണ്. അതാണ് വലിയ നിഅമത്ത്. അല്ലാഹു പറഞ്ഞില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എന്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. 1436 വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു നമുക്ക് നിഅമത്തായി നൽകിയതാണ് ഇസ്ലാം. അത് നീങ്ങിപ്പോയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തം. അതിനുശേഷമാണ് ഭൗതികമായ മറ്റെന്തും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിന്റെ 53 പറയുകയാണ്, ആ നിഅമത്തിനെ അല്ലാഹു നിങ്ങൾക്ക് നിലനിർത്തി തരും. ഏതുവരെ പറയുകയാണ്? ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم. ഒരു സമൂഹത്തിന് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അല്ലാഹു എടുത്തു മാറ്റൂല, അല്ലാഹു എടുത്തു മാറ്റില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരവരുടെ സമീപനങ്ങളിൽ, അവരവരുടെ ജീവിതത്തിലെ നിലപാടുകളിൽ മാറ്റം വരുത്താത്ത കാലത്തോളം നിഅമത്തിനെ അല്ലാഹു തുടർത്തി തരുന്നതാണ്. സുഭിക്ഷമായ ഭക്ഷണവും സൗകര്യമുള്ള വീടും നല്ല കുടുംബവും സമ്പത്തും എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ മതിമറന്ന് സമ്പൽ സമൃദ്ധിയിൽ എല്ലാം മതിമറന്ന് ജീവിക്കുവാൻ പാടുള്ളതല്ല. നമ്മുടെ നിലപാട് മാറുന്ന ആ സമയം അല്ലാഹു പിടിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് നന്ദിയുള്ളവരാവുക. നന്ദിയുള്ളവരായാൽ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്തിനെ വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതികഠിനമാണെന്ന് അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നോക്കൂ, മിൻ സവാലി നിഅമതിക്, അല്ലാഹുവേ നീ ചെയ്തു തന്ന നിഅമത്തുകളെ എന്നിൽ നിന്ന് എടുത്തു മാറ്റല്ലേ. എത്ര വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാകാൻ TV ഒന്ന് ഓണാക്കി ആ നാട്ടിലെ വർത്തമാനങ്ങളൊന്ന് കേൾക്കൂ. അങ്ങനെ പല നാടുകളുടെയും വർത്തമാനങ്ങളൊന്ന് കേൾക്കൂ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, വതഹവ്വുനി ആഫിയതിക്, നിന്നിൽ നിന്നുള്ള സൗഖ്യം മാറിപ്പോകുന്നതിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഏറ്റവും വലിയ നിഅമത്തിൽപ്പെട്ടതാണ് സൗഖ്യം എന്നത്, ആഫിയത്ത് എന്നത്. നമ്മുടെ ദീന് ഏറ്റവും ഭംഗിയായി ആചരിച്ചു കൊണ്ടിരിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ, പുണ്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ ആഫിയത്തുണ്ടാകണം. കുടുംബത്തിന് ആഫിയത്തുണ്ടാകണം, സമ്പത്തിന് ആഫിയത്തുണ്ടാകണം, ഭക്ഷണത്തിന് ആഫിയത്തുണ്ടാകണം, കച്ചവടത്തിന് ആഫിയത്തുണ്ടാകണം. എല്ലാ രംഗങ്ങളിലും ആഫിയത്ത് നമുക്ക് അനിവാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആഫിയത്തിനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. നോക്കൂ, മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ശൈഅൻ അസ്അലുല്ലാഹ തആല, അല്ലാഹുവിനോട് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണേ. പ്രവാചകൻ പറഞ്ഞു, സല്ലല്ലാഹൽ ആഫിയ, ഓ താങ്കൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കൂ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു വീണ്ടും ഒന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്തെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കാൻ ഒന്ന് പഠിപ്പിച്ചു തരണേ. അവിടുന്ന് വീണ്ടും അരുളിയ, അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹ്, ഓ അബ്ബാസ്, റസൂലിന്റെ പിതൃവ്യ, സല്ലല്ലാഹൽ ആഫിയ, അല്ലാഹു
അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കൂ. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കൂ. മഹാനായ റിഫാഅത്ത് ബിൻ റാഫിഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അതാ മിമ്പറിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കരയുകയാണ്. മിമ്പറിൽ കയറി നിന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ അവ്വലി, ഹിജ്റയുടെ 1-ാം കൊല്ലം അവിടുന്ന് മിമ്പറിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരയുകയാണ്. കരഞ്ഞിട്ട് പറയുകയാണ്, അവിടുന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, അൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് പാപമോചനത്തെയും സൗഖ്യത്തെയും ആഫിയത്തിനെയും ചോദിച്ചുകൊണ്ട് കരയുകയാണ്. എന്നിട്ടതാ അവിടുന്ന് പറയുകയാണ്, فإن أحدا لم يعط بعد اليقين خيرا من العافية. യഖീൻ കിട്ടിയതിനു ശേഷം, ഈമാൻ കിട്ടിയതിനു ശേഷം ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ആഫിയത്താണ്. വിശ്വാസമുണ്ട്, നമസ്കരിക്കണം, ദാനം ചെയ്യണം, പുണ്യം ചെയ്യണം എന്നൊക്കെ ആ അമലുകൾ അമലാക്കണമെങ്കിൽ നമുക്ക് ആഫിയത്ത് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ആഫിയത്തിനെ ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതി. വീണ്ടും അവിടുന്ന് പ്രാർത്ഥിച്ചു, വഫുജാഅതി നിഖ്മതിക, അല്ലാഹുവേ പെട്ടെന്നുള്ള നിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഫുജാഅത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നത്, കരുതിയിരിക്കാത്ത സമയത്ത് കയറി വരുന്നത്. അങ്ങനെയുള്ള ആ അപകടങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നമ്മുടെ പാപം കാരണമോ നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരുടെ പാപം കാരണമോ ഇനിയൊരു പരീക്ഷണം എന്ന നിലക്കോ അത്തരം പരീക്ഷണങ്ങൾ, അദാബുകൾ നമ്മളിലേക്ക് ഇറങ്ങുന്നതിനെ തൊട്ട് അല്ലാഹുവോട് കാവൽ ചോദിക്കുവാൻ പഠിപ്പിക്കുകയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് അറാഫ് 97-98 വചനങ്ങൾ ഏതെല്ലാം സമയങ്ങളിൽ നമ്മെ ശിക്ഷ ബാധിക്കും. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. ആ ഗ്രാമക്കാർ, ആ പട്ടണവാസികൾ അവർ നിർഭയരായി കഴിയുകയാണോ? നോക്കൂ, രാത്രി ഉറങ്ങുന്ന സമയത്ത് അവരെ ശിക്ഷ ബാധിക്കുന്നതിനെ തൊട്ട് أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. അവർ കളിച്ചുകൊണ്ടിരിക്കെ പ്രഭാതവേളയിൽ അവരെ ശിക്ഷ ബാധിക്കുന്നതിനെ തൊട്ട് അവർ നിർഭയരായി കഴിയുകയാണോ? അതുകൊണ്ട് തന്നെ നിനച്ചിരിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് നാം കാവൽ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, നിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്, കാക്കണേ റബ്ബേ. ഈ റഹ്മാനായ റബ്ബ്, ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു, അവനെങ്ങാനും നമ്മളോട് കോപിച്ചാൽ അത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ചെറുതും വലുതുമായ സകല കോപത്തിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ കോപമെന്നത് ശിർക്കും കുഫ്റുമാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, അല്ലാഹുവിനെ നിഷേധിക്കലാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ولكن من شرح بالكفر صدرا فلعنهم غضب من الله. സ്വമനസ്സോടുകൂടി കുഫറിനെ സ്വീകരിക്കുന്നവർ, കുഫറിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നവർ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശക്തമായ കോപമുണ്ടായിരിക്കുകയാണ്. കുഫറിൽ നിന്ന് അല്ലാഹുവിന്റെ കോപം തടുത്തു വെക്കാൻ സാധ്യമല്ല. ശിർക്ക് ചെയ്യുക എന്നത് ഒരിക്കലും വന്ന് പുറത്തു തരില്ല എന്ന് പ്രഖ്യാപിച്ച പാപമാണ്. തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അല്ലാഹ് എത്ര വലിയ കാരുണ്യവാനാണ്. ആലോചിച്ചു നോക്കൂ, ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ഒരു ഉമ്മാക്ക് ഒരു കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ 100 ഇരട്ടി സ്നേഹമുള്ള, കരുണയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് പറയുകയാണ്, നീ ശിർക്ക് ചെയ്താണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചും ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അവർക്ക് സമർപ്പിച്ചുകൊണ്ട് ശിർക്കിന്റെ പണികൾ ചെയ്തുകൊണ്ട് ബഹുദൈവാരാധന നടത്തിക്കൊണ്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നിനക്കൊരു കാരുണ്യത്തിന്റെ തരിമ്പും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ ഗൗരവം എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റൂമിന്റെ 42-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ, ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ, ആ നശിപ്പിക്കപ്പെട്ടവരുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ മഹാഭൂരിപക്ഷവും ശിർക്ക് ചെയ്യുന്നവരായിരുന്നു.
അതുകൊണ്ട് തന്നെ അള്ളാന്റെ കോപത്തിന് വിധേയമാകും. അതുകൊണ്ട് അത്തരം കോപങ്ങളിൽ നിന്ന് പടച്ചോനെ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന പഠിച്ച് നിത്യജീവിതത്തിൽ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖ്മതിക വ ജമീഅ സഖതിക. നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതോടൊപ്പം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നോക്കൂ, ഒന്ന്, ജീവിതം പരീക്ഷണമാണ്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതം പരീക്ഷണത്തിന്റെ ലോകം മാത്രമാണ്. സെറ്റിൽഡായി ജീവിതം, നല്ല ബിസിനസ്, വീട്, കുടുംബം, സൗകര്യം, ഇങ്ങനെ സുഖിച്ച് ജീവിക്കാം, അങ്ങനെയല്ല. പരീക്ഷണത്തിന്റെ ലോകമായതുകൊണ്ട് തന്നെ പല നിലക്കുള്ള പരീക്ഷണം നമുക്കുണ്ടാകുമെന്ന ആ ഒരു കാര്യം നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ പൊതുവിൽ സമൂഹത്തെ ബാധിക്കുന്ന ഭൂകമ്പവും ഉരുൾപൊട്ടലും സുനാമിയും പ്രളയവും പോലെയുള്ള അള്ളാഹുവിന്റെ പരീക്ഷണം രണ്ട് നിലക്കാണ് ഉണ്ടാവുക. ഒന്നാമത്തത്, ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട ഒരു സമൂഹത്തെ അള്ളാഹ് നശിപ്പിക്കുന്നത്. ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിൽ ശിക്ഷ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ അള്ളാഹു അവരെ ഒന്നടങ്കം നശിപ്പിച്ചു. ഒരാളെയും രക്ഷപ്പെടുത്തിയില്ല. അത് അദാബാണ്, ഉറപ്പിച്ചു പറയാം. ഫിർഔനിനെയും സംഘത്തെയും മുക്കിക്കൊന്നു. അത് അദാബാണ്, ഉറപ്പിച്ചു പറയാം. സമൂദ് ഗോത്രത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘോര ശബ്ദത്തിലൂടെ പിടികൂടി. അത് അദാബാണ്, ഉറപ്പിച്ചു പറയാം. ആദ്യ സമുദായത്തെ 7 രാത്രിയും 8 പകലുകളിലുമായി അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു കൊടുങ്കാറ്റുകൊണ്ട്. അതും അദാബാണ്, ഉറപ്പിച്ചു പറയാം. രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു, കാനത്തുർ റീഹു ശദീദു ഇദാ ഹബ്ബത് ഉരിഫ ദാലിക ഫീ വജ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാറ്റടിച്ചു വീശിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് രൂപമാറ്റങ്ങൾ സംഭവിക്കും, ഭയപ്പാട് രൂപപ്പെടും. കാരണം ആ കാറ്റ് വരുന്നത് ദുരന്തവും കൊണ്ടാണോ കാരുണ്യവും കൊണ്ടാണോ അറിയില്ല. അതുകൊണ്ട് തന്നെ കാറ്റടിച്ചാൽ, കാർമേഘങ്ങൾ കൊണ്ടുകൂടിയാൽ, ഇടിമിന്നൽ ഉണ്ടായാൽ, ഭൂമിയിൽ ആ നിലക്കുള്ള പ്രതിഭാസങ്ങളിൽ മാറ്റം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പാട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഭൗതിക മാറ്റങ്ങൾ ശിക്ഷയുടെ അടയാളമായും അതേ സന്ദർഭത്തിൽ കാറ്റുന്നത് നിഅമത്തായും കാരുണ്യമായും വരും. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം നശിപ്പിച്ച സമൂഹം ഈ ഭൂമിയിലുണ്ട്. ഇനി രണ്ടാമത്, ചിലർക്ക് ഇത്തരം ഉരുൾപൊട്ടലും ഭൂകമ്പവും സുനാമിയും ഒക്കെ അത് മൊത്തം അദാബാണോ? അല്ല. ചിലർക്കത് അദാബായിരിക്കും, അത് ആപേക്ഷികമാണ്. ചിലർക്കത് അദാബായിരിക്കും, എന്നാൽ ചിലർക്ക് അത് അദാബല്ല, രക്ഷയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ചുരുക്കി പറയട്ടെ, കഅബ പൊളിക്കുന്നതിന് വേണ്ടി അവസാന നാളിൽ ഒരു സംഘം കടന്നു വരും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം. അവരെല്ലാം തരിശു ഭൂമിയിലെത്തുമ്പോൾ അവരിലെ തുടക്കക്കാരെയും ഒടുക്കക്കാരെയും മൊത്തത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തും. ആയിഷ ബീവി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അവരിലെ എല്ലാവരെയും ശിക്ഷ ബാധിക്കുക? അവരിൽ കച്ചവടക്കാരില്ലേ? ഒരു യാത്രാ സംഘം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഓരോരുത്തരെയും അവരവരുടെ നിയ്യത്തിനനുസരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കും. കഅബ പൊളിക്കാൻ വന്നവനാണോ അവനത് അദാബാണ്. കച്ചവടക്കാരനായി കൂട്ടത്തിൽ കൂടി പോന്നതാണോ അവന്റെ നിയ്യത്തിനനുസരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് ഒരു ദുരന്തം വരുമ്പോൾ, ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, അത് ചിലർക്ക് ശിക്ഷയാകും, ചിലർക്കത് നിഅമത്താകും, ചിലർക്കത് അനുഗ്രഹമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഏതൊക്കെ നിലക്കാണ് അത് അനുഗ്രഹമാകുന്നത്? ഒന്നാമത്തത്, വലിയ ശിക്ഷക്ക് മുമ്പായി ചെറിയ ശിക്ഷ നൽകി വീണ്ടും വിചാരത്തിനൊരു അവസരം നൽകും. അനുഭവിച്ചവർക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും. ചിലർക്കത് ശിക്ഷയാണ്, ചിലർക്കത് നിഅമത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സജ്ദയിൽ പറയുകയാണ്, വഅമ്മല്ലദീന ഫസഖൂ ഫമഅവാഹുമുൻ നാർ. എന്നാൽ ധിക്കാരം കാണിച്ചവരാരോ
അവരുടെ വാസസ്ഥലം നരകമാകുന്നു. നരകം പോലൊരു അദാബ് മനുഷ്യന്റെ വ്യത്യസ്ത ജീവിത കാലഘട്ടങ്ങളിൽ അനുഭവിക്കാനില്ല. നരകത്തെക്കാൾ വലിയൊരു അദാബ് അനുഭവിക്കാനില്ല. അങ്ങനെ അതാ തെമ്മാടികളെ ധിക്കാരം കാണിച്ചവർ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ, അതിൽ നിന്ന് അവർ പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ ഉഈദു ഫീഹാ, അവർ തിരിച്ചാ നരകത്തിലേക്ക് ആട്ടിയകറ്റപ്പെടുന്നതാണ്. വഖീല ലഹും, അവരോട് പറയപ്പെടും, ദുഖൂ അദാബന്നാർ, ഈ നരകത്തിന്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനുശേഷം അല്ലാഹു പറയുകയാണ്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഈ നരകമാകുന്ന ഏറ്റവും വലിയ ശിക്ഷ വരുന്നതോടുകൂടി അവനെല്ലാം നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് അതിലേക്ക് എത്തുന്നതിന് മുമ്പായി ദുനിയാവിൽ ചെറിയ ശിക്ഷകളും അവൻ അല്ലാഹു നൽകുന്നതാണ്. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ, അവൻ മടങ്ങാൻ വേണ്ടി. അവന്റെ പാപത്തിൽ നിന്ന്, അവന്റെ തിന്മയിൽ നിന്ന്, അവന്റെ നിലപാടുകളിൽ നിന്ന്, അവന്റെ ആദർശത്തിൽ നിന്ന് ശരിയായ ആദർശത്തിലേക്കും ശരിയായ ഇസ്ലാമിലേക്കും ശരിയായ ദൈവിക വിശ്വാസത്തിലേക്കും മടങ്ങാനുള്ള അവസരമായി, നിഅമത്തായിട്ടാണ് ആ ശിക്ഷ വരുന്നത്. അതൊരു പക്ഷെ ഉരുൾപൊട്ടലാകാം, അതൊരു പക്ഷെ സുനാമിയാകാം, അതൊരു പക്ഷെ പ്രളയമാകാം, അതൊരു പക്ഷേ ഭൂമിയെ കിടുകിടാ വിറപ്പിക്കുന്ന ഭൂകമ്പങ്ങളാകാം. അപ്പോ ഒരു വജഹിലൂടെ നോക്കുമ്പോ അതൊരു നിഅമത്താണ്, വേറൊരു വജഹിലൂടെ നോക്കുമ്പോ അതൊരു ശിക്ഷയാണ്. രണ്ടും രണ്ട് കൂട്ടർക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ജീവിതത്തിൽ മാറി ചിന്തിക്കാനുള്ള അവസരമായി കണ്ട് ജീവിതത്തിലെ നിലപാടുകളെയും ജീവിതത്തിലെ സമീപനങ്ങളെയും ഹറാമുകളോടുള്ള സമീപനങ്ങളെയും തിന്മകളോടുള്ള സമീപനങ്ങളെയും നാം ശരിപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നോക്കൂ, രണ്ടാമതായി അള്ളാഹു ഒരു സമൂഹത്തിന്, ഒരു വ്യക്തിക്ക്, ഒരു നാടിന് പരീക്ഷണം നിശ്ചയിക്കുമ്പോ അവരിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പദവികൾ ഉയർത്തിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ അദാബിനെ അല്ലാഹു അയക്കുന്നത്. നമ്മൾ വെറും ശിക്ഷ മാത്രമായി കാണേണ്ടതില്ല. ചിലപ്പോൾ അത് ഈ നിലക്കായിരിക്കാം ചിലർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നർ റജുല ലയകൂനു ലഹു ഇൻദല്ലാഹിൽ മൻസില, തീർച്ചയായും ഒരു വ്യക്തിക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഒരു സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടാകും. ഫമാ യബ്ലുഗുഹാ ബിഅമലിൻ ഫമാ യസാലുല്ലാഹി യബ്തലീഹി ബിമാ യക്റഹു ഹത്താ യുബല്ലിഗഹു ഇയ്യാഹാ. അല്ലാഹു നിശ്ചയിച്ച സ്ഥാനത്തിലേക്ക് ആ മനുഷ്യന് അവന്റെ അമല് കൊണ്ട് ഉയരാൻ കഴിയില്ല. അവന്റെ അമല് കൊണ്ട് ഒരിക്കലും അല്ലാഹു അവന് സ്വർഗത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനത്തിലേക്ക് ഉയരാൻ കഴിയില്ല. അത്തരം ഒരു സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ അയക്കുന്നതാണ്. അങ്ങനെ ആ പരീക്ഷണങ്ങൾ അവരെ ബാധിക്കുന്നതിലൂടെ അവർക്ക് ആ പരീക്ഷണം നിഅമത്തായി തീരുന്നു. അല്ലാഹു ഉദ്ദേശിച്ച സ്ഥാനത്തിലേക്ക് അവർ എത്തിപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ സ്ഥാനം ഉയരുന്നതിന് കാരണമാണ് ഇത്തരം പരീക്ഷണങ്ങളെന്ന് നമുക്ക് കാണാം. മറ്റൊന്ന് നോക്കൂ, നമുക്ക് അല്ലാഹു നൽകുന്ന ആ ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ എന്നത് അല്ലാഹു നമുക്ക് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാകും. അങ്ങനെയും പഠിപ്പിക്കപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അൽ ഖൈറ, അല്ലാഹു ഒരു അടിമക്ക് ഒരു ഖൈർ ഉദ്ദേശിച്ചു, ഒരു നന്മ ഉദ്ദേശിച്ചു, എന്നാൽ എന്ത് സംഭവിക്കും? അജ്ജല ലഹു അൽ ഉഖൂബത ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് അല്ലാഹു അവന് ശിക്ഷ ബാധിപ്പിക്കുന്നതാണ്. അവൻ അല്ലാഹു ശിക്ഷയെ വേഗത്തിൽ കൊണ്ടുവരും. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ അംസക അൻഹു ബിദബ്ബിഹി ഹത്താ യുവഫാ ബിഹി യൗമൽ ഖിയാമ, ഒരു അടിമക്ക് അല്ലാഹു തിന്മ ഉദ്ദേശിച്ചാൽ അയാളുടെ പാപത്തിന്റെ ശിക്ഷയെ ദുനിയാവിൽ വെച്ച് നൽകില്ല, മറിച്ച് ആഖിറത്തിൽ വെച്ചായിരിക്കും അത് നൽകുക. അതാണ് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് ദുനിയാവിൽ നമുക്കൊരു ദുരന്തം ബാധിച്ചാൽ, ഒരു പരീക്ഷണം ഉണ്ടായാൽ, അത് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാകും എന്ന് നാം മനസ്സിലാക്കുക. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതിനുവേണ്ടിയും അല്ലാഹു അവർക്ക് പരീക്ഷണം ഇറക്കി കൊടുക്കും. യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇബ്ന ആദമ ഇൻ സബർത വഹ്തസബത ഇൻദ സദമത്തിൽ ഊല,
എന്റെ അടിമയെ പ്രയാസങ്ങളും ദുരിതങ്ങളും നാം ബാധിപ്പിക്കുമ്പോൾ പ്രഥമഘട്ടത്തിൽ തന്നെ അവർ ക്ഷമിക്കുകയാണ് എങ്കിൽ അവന് സ്വർഗമല്ലാതെ മറ്റൊരു നിഅമത്ത്, അനുഗ്രഹം, പ്രതിഫലം വേറെയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതിനും കാരണമാകും പരീക്ഷണങ്ങളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി. ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തിലും സന്താനങ്ങളിലും അവന്റെ സ്വന്തത്തിലും തന്നെ ഒരു പരീക്ഷണവും ബാധിക്കുന്നില്ല. ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ. പാപങ്ങളൊന്നുമില്ലാത്തവനായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളെ ബാധിക്കുന്ന ഏതൊരു പരീക്ഷണവും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് കാരണമാണ്. അത് ദുനിയാവിൽ ഖാസല്ല, ദുനിയാവിൽ അത് ഒതുങ്ങുന്നില്ല. ഖബറിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ പാപം കുറഞ്ഞുകൊണ്ടിരിക്കും. മഹ്ശറയിലെത്തുമ്പോഴും അവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അപ്പോഴും പാപം കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പാപം കുറഞ്ഞ് നരകത്തിന്റെ വാതിൽക്കൽ എത്തുന്നതിന് തൊട്ട് മുമ്പായി പാപങ്ങളെല്ലാം തീർന്നാൽ അവന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങളൊക്കെയും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടിയും കൂടിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അദാബ് എന്ന് പറയുന്നത്, ഈ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് രണ്ട് വജഹിലൂടെയാണ്. ഒന്ന്, അദാബ് അള്ളാഹുവിന്റെ ശിക്ഷയാകും ചിലർക്ക്. രണ്ട്, അദാബ് അള്ളാഹുവിന്റെ വലിയ നിഅമത്തായിരിക്കും. നമ്മൾ ഇവിടെ നോക്കുമ്പോ ചെറിയ പിഞ്ചോമന മക്കൾ ആ മരത്തിന്റെയും കല്ലുകളുടെയും മണ്ണിന്റെയും ഇടയിൽ ഒരുപക്ഷെ ജീവശവമായി കിടക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നുണ്ടാകും. നമുക്കത് വേദനയാണ്. ആ കുഞ്ഞ് വിശ്വാസിയുടെ കുഞ്ഞാണെങ്കിൽ ഇബ്രാഹിം നബിന്റെ കൂടെയും സാറാ ബീവിന്റെ കൂടെയാണ്, സ്വർഗത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കേ വേദനയുള്ളൂ, അവർ സ്വർഗത്തിലാണ്. അവരുടെ വീടും അവരുടെ സമ്പത്തും ഒക്കെ കാണുമ്പോ നമുക്ക് വേദനയുണ്ടാകും. പക്ഷെ അവർ സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ എത്തിയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മരണപ്പെട്ട വിശ്വാസിനികൾക്ക് അല്ലാഹു സ്വർഗത്തിലെ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് കാരണമാക്കി തീർക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് വീണ്ടും വിചാരത്തിനും മാറി ചിന്തിക്കുവാനും ജീവിതത്തിൽ കൂടുതൽ പുണ്യങ്ങൾ നേടിയെടുക്കുവാനും ഈ പരീക്ഷണം ബാധിച്ചതിന്റെ എല്ലാ ഖൈറും അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുദൈവ വിശ്വാസത്തിലും കുഫറിലും കഴിയുന്നവർക്ക് ജീവിതത്തിൽ ഒരു വീണ്ടും വിചാരത്തിനും ദൈവമുണ്ടെന്നും പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്നുള്ള ബോധത്തിലേക്കും ചിന്തയിലേക്കും വരാനുള്ള വലിയ തൗഫീഖിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. പുറമേ കാണുന്ന വേദനകൾക്കും പുറമേ കാണുന്ന ദുഃഖങ്ങൾക്കും അപ്പുറത്താണ് കാര്യം. അബൂ ത്വാലിബ് മരിക്കാൻ കിടന്നപ്പോ റസൂലുള്ളാഹി വേദനിച്ചില്ലേ? ഹൃദയം പൊട്ടിക്കരഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞില്ലേ? എന്തായിരുന്നു വേദനയുടെ അടിസ്ഥാന കാരണം? എന്റെ പിതൃവ്യൻ, എന്റെ എളാപ്പ മരിക്കാൻ പോകുന്നു എന്നതുകൊണ്ടാണോ? അതിന്റെ അപ്പുറമാണ്. ഹിദായത്തില്ലാതെ മരിക്കാൻ പോകുന്നു. അതായിരുന്നു വേദനയുടെ 90% കാരണം. അല്ലാതെ മരിച്ചുപോയി എന്നതുകൊണ്ട് മാത്രമല്ല. തനിക്ക് ഖിദ്മത്തെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഖിദ്മത്തെടുത്ത ആ വലത്, ആ ജൂതക്കുട്ടി മരിക്കാൻ കിടന്നപ്പോ ഓടിച്ചെന്ന് തൗഹീദ് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ മരിക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന സമാധാനത്തിന്റെ മനസ്സുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് പടിയിറങ്ങിയതെങ്കിൽ നമ്മുടെ കണ്ണുകൾ വിശ്വാസിയുടെ കണ്ണുകൊണ്ടായിരിക്കണം വയനാടിന്റെ ദുരന്ത മേഖലയെ കാണുവാൻ. അവിടെയുള്ള പുറമെ കാണുന്ന നാശനഷ്ടങ്ങൾക്കപ്പുറത്ത് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടങ്ങളെ കുറിച്ചായിരിക്കണം നമ്മുടെ വേദനയും നമ്മുടെ ചിന്തയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം കിട്ടാതെ ഒരാളും മരിച്ചു പോകരുതേ എന്ന ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രബോധനത്തിന് ശക്തമാക്കേണ്ടതുണ്ട്. ഈ നാടിന്റെ, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. അള്ളാഹുവിലേക്ക് വരൂ എന്ന വിളിയാണ്. ആ വിളിയാണ് ഈ ലോകത്തിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നത്. വേറെയൊന്നുമല്ല, ഭൗതികമായ പ്രതിഭാസങ്ങളൊന്നുമല്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവാൻ ഈ ഭൂമിയിൽ ഒരാളും ഇല്ലാത്ത സന്ദർഭം വന്നാൽ ആകാശവും ഭൂമിയും തകർന്നടിയും, ഗാലക്സികളും ഗോളങ്ങളും തകർന്നടിയും. ഈ ലോകം അവസാനിക്കും. ഈ ലോകം നിലനിൽക്കുന്നത് തൗഹീദിലാണ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണത്തിലാണ്, തൗഹീദിന്റെ പ്രഖ്യാപനത്തിലാണ്, തൗഹീദിന്റെ ജീവനോടുകൂടി നിലനിർത്തുന്നതിലാണ്. ഒന്നാമത്തെ പരിഗണന, രണ്ടാമത്തെ പരിഗണന, മൂന്നാമത്തെ പരിഗണന, അവസാനത്തെയും പരിഗണന അതിന് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങൾ അവിടെ വേദന അനുഭവിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. അവർക്ക് സമ്പത്ത് ആവശ്യമാണ്, അവർക്ക് തുണി ആവശ്യമാണ്, അവർക്ക് വസ്ത്രം ആവശ്യമാണ്, അവർക്ക് ഭക്ഷണം ആവശ്യമാണ്. നമ്മുടെ സമ്പത്തിൽ നിന്ന് വലിയൊരു വിഹിതം അവർക്ക് വേണ്ടി സമ്മാനിക്കുക, അവർക്ക് വേണ്ടി കൊടുക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് നാം കൊടുക്കുക. ഇന്നിവിടെ കളക്ഷൻ ഉണ്ട്. ഈ പള്ളിയുടെ, ഈ തൗഹീദിന്റെ കേന്ദ്രത്തിന്റെ നിലനിൽപ്പിനും നാം സമ്പത്ത് ചെലവഴിക്കുക. ആ നാട്ടിൽ വേദന അനുഭവിക്കുന്ന വിശ്വാസികൾക്കും മനുഷ്യർക്കു വേണ്ടിയും നാം നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെടുന്ന രണ്ട് സഹോദരങ്ങളുടെ വർത്തമാനം അറിഞ്ഞു അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. എത്രയും വേഗം ജീവിതത്തിലേക്ക് ആഫിയത്തോടു കൂടി മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാടിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ചിന്തിക്കാനും ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കുന്നതിനും കാരണമായ ഒരു നിമിത്തമായ ഒരു ദുരന്തമായി ആ ദുരന്തം ഒരു നിഅമത്താക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാറ്റി നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ, പാപങ്ങളെല്ലാം പുറത്തു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات ويا قاضي الحاجات. اللهم ارحم موتانا وموتى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم ارحم موتانا وموتى المسلمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. أقم الصلاة.